അമിത്ഷായുടെ ചാണക്യ തന്ത്രങ്ങൾ രാഹുൽ ഗാന്ധിയും കുറച്ചൊക്കെ പഠിച്ചോ എന്നൊരു സംശയമുണ്ട്. അദ്ദേഹവും കുറേ വർഷം ആയല്ലോ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നു. അപ്പോൾ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ തമിഴ്നാട് സ്ട്രാറ്റജി വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവസാനമായി കേൾക്കുന്നത് തമിഴ് വെട്രി കഴകം TVK എന്ന് പറയുന്ന പാർട്ടി എവിടെ ചേരാൻ പോകുന്നു? ഇന്ത്യ സഖ്യത്തിലേക്ക് 8-ാം തീയതി അതിൻ്റെ മീറ്റിംഗ് വെച്ചിരിക്കുന്നു. അപ്പോൾ സ്റ്റാലിൻ്റെ കാര്യത്തിൽ വീണ്ടും തീരുമാനമാകും. തമിഴ്നാട് രാഷ്ട്രീയം വളരെ ഗൗരവമായ രീതിയിൽ മാറുന്നു. വിജയ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ വെന്നിക്കൊടി പാറിച്ചു കഴിഞ്ഞു. അദ്ദേഹം CPM-നെയും മുസ്ലിം ലീഗിനെയും അതുപോലെ അവിടുത്തെ ഒരു പ്രാദേശിക പാർട്ടിയെയും കോൺഗ്രസിനെയും കൂടി വെച്ചുകൊണ്ടാണ് അവർ അവിടെ ഭരണം നടത്തുന്നത്. അവിടെ നിന്ന് ഒഴിവ് വരുന്ന ഒരു രാജ്യസഭാ സീറ്റിലേക്ക് അത് കോൺഗ്രസിന് കൊടുക്കാമെന്ന് പറഞ്ഞു. വലിയ രീതിയിലാണ് കോൺഗ്രസിനെ TVK തമിഴ് വെട്രി കഴകം വിജയ് കൂടെ നിർത്തുന്നത്. അങ്ങനെ കൂടെ നിർത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കൂടെ നിർത്തലിൽ രസകരമായി നടക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഇന്ത്യ മുന്നണിയുടെ ഭാഗം. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ പോകുന്നു. മമതാ ബാനർജി ആൾറെഡി പോയി കഴിഞ്ഞു. മമതാ ബാനർജി ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലില്ല. അവരവിടെ പിണങ്ങി ആകെ നിൽക്കുന്നു. മാത്രമല്ല മമതാ ബാനർജിയുടെ പാർട്ടിയെ പിളർത്തി 4 കഷ്ണമാക്കി വെച്ചിരിക്കുകയാണ്. സ്റ്റാലിൻ്റെ പാർട്ടിക്കും വലിയ ബുദ്ധിമുട്ട് വരും. ഇന്ത്യ മുന്നണിയിലേക്ക് TVK പോയാൽ, വിജയിയുടെ പാർട്ടി പോയാൽ സ്വാഭാവികമായും തമിഴ്നാട്ടിൽ ഇനിയും കൂടുതൽ ആളുകൾ DMK-യിൽ നിന്നും ADMK-യിൽ നിന്നും വിജയിയുടെ പാർട്ടിയിലേക്കും കോൺഗ്രസ് പാർട്ടിയിലേക്കും പോകും. അങ്ങനെയാണെങ്കിൽ ഒരു യുഗം തമിഴ്നാട്ടിൽ അവസാനിക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, കാമരാജിൻ്റെ കാലശേഷം അണ്ണാദുരയിൽ തുടങ്ങി ഇപ്പോൾ സ്റ്റാലിൻ വരെ എത്തി നിൽക്കുന്ന MK സ്റ്റാലിൻ വരെ എത്തി നിൽക്കുന്ന ഉദയനിധി സ്റ്റാലിൻ ഉണ്ടെങ്കിലും, മകനായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനൊക്കെ ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഉദയനിധി സ്റ്റാലിൻ വരെ എന്ന് പറഞ്ഞാലും തെറ്റില്ല, അണ്ണാദുരയിൽ തുടങ്ങി ഉദയനിധി സ്റ്റാലിൻ വരെ എത്തി നിൽക്കുന്ന അണ്ണാദുരൈ, MGR, ജയലളിത, സ്റ്റാലിൻ, പിന്നെ അതുപോലെ തന്നെ കരുണാനിധി സ്റ്റാലിൻ, പിന്നെ ഉദയനിധി സ്റ്റാലിൻ, ഇതുവരെ എത്തി നിൽക്കുന്ന ഈ സമയത്ത് ഒരു യുഗം തമിഴ്നാട്ടിൽ അവസാനിക്കുകയാണ്. വീണ്ടും തമിഴ് വെട്രി കഴകം നല്ല രീതിയിൽ മുന്നോട്ട് വരുന്നു. നല്ല ഭരണമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. അഴിമതിയും മറ്റ് സ്വജനപക്ഷപാതം ഒന്നും കേൾക്കുന്നില്ല. ഒരുപാട് ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു പോകുന്നുണ്ട്. അങ്ങനെ ചെയ്തു പോകുന്ന വിജയുടെ പാർട്ടി ഇന്ത്യ മുന്നണിയിൽ ചേർന്നിരിക്കുകയാണ്. അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ ഗൗരവതരമായ പ്രവർത്തനങ്ങളാണ് ഇനി നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ ആ തമിഴ് സർജിക്കൽ സ്ട്രൈക്ക് വിജയിച്ചിരിക്കുകയാണ്. 8-ാം തീയതി അതിൻ്റെ മീറ്റിംഗ് വെച്ചിരിക്കുന്നു. മിക്കവാറും ഈ രാജ്യസഭാ സീറ്റ് കൂടി കോൺഗ്രസിന് കൊടുത്ത സാഹചര്യത്തിൽ തീർച്ചയായും അത് സംഭവിക്കാൻ തന്നെ സാധ്യതയുണ്ട്. ഇന്ത്യ മുന്നണിയിലേക്ക് ആര് മാറുന്നു? നമ്മുടെ വിജയ് മാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്ത്യൻ രാഷ്ട്രീയമാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യ മുന്നണിയെ തകർക്കാൻ കഴിയില്ല. ഇന്ത്യ മുന്നണിയെ, ഇന്ത്യ അല്ല അത് ശരിക്കും INDA, ഇന്ത്യ എന്ന് പറയാം, പക്ഷെ ഇന്ത്യ, അപ്പോൾ ഇന്ത്യ മുന്നണിയെ അങ്ങനെ തകർക്കാൻ കഴിയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വളരെ മനോഹരമാണ്, രസകരമാണ് കാര്യങ്ങൾ. തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു രാഷ്ട്രീയം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വീണ്ടും കാര്യങ്ങൾ മറിയുന്നു. തീർച്ചയായും ബംഗാളിൽ നിന്ന് വലിയ സീറ്റൊന്നും ഇനി മമതാ ബാനർജിക്ക് കിട്ടാൻ സാധ്യതയില്ല. ഇനിയിപ്പോൾ കുറച്ചു കാലത്തേക്ക് BJP ആയിരിക്കും ബംഗാൾ ഭരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യ മുന്നണിക്ക് ഇങ്ങനെ നിന്നാൽ പറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് തമിഴ് സർജിക്കൽ സ്ട്രൈക്ക് തുടങ്ങിയത്. അത് സക്സസിലേക്ക് നീങ്ങുന്നു എന്ന് കേൾക്കുന്നു. 8-ാം തീയതി അതിൻ്റെ മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തമിഴ് വെട്രി കഴകവും കോൺഗ്രസും കൂടി കൈകോർത്താൽ തമിഴ്നാട് രാഷ്ട്രീയം കറക്റ്റായിരിക്കും. ഇപ്പോൾ കർണാടകത്തിൽ ശിവകുമാർ വന്നു, കേരളത്തിൽ കോൺഗ്രസ് വന്നു. അപ്പോൾ 3 സ്റ്റേറ്റിനെ അവർക്ക്, പിന്നെ തെലുങ്കാനയുണ്ട്, രേവന്ത് റെഡ്ഡിയുടെ തെലുങ്കാനയുണ്ട്. അപ്പോൾ സൗത്ത് ഇന്ത്യ കൃത്യമായി ആന്ധ്രാപ്രദേശ് ഒഴിച്ചിട്ടുള്ള സൗത്ത് ഇന്ത്യ മുന്നണിയുടെ വലിയ ഒരു ഏരിയയായി മാറും. ഇവിടെ നിന്നും വരുന്ന 3 MP-മാർ, അത് 3 MP-മാരെയും കിട്ടുന്നത് കോൺഗ്രസിനായിരിക്കും. രാജ്യസഭ MP-മാരെ കിട്ടുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഈ കോൺഗ്രസിന് കിട്ടും, കർണാടകത്തിൽ നിന്ന് കോൺഗ്രസിന് കിട്ടും. അപ്പോൾ കോൺഗ്രസിൻ്റെ ശക്തി വളരെ വലുതാവാൻ, രാജ്യസഭയിലും ലോകസഭയിലും ഒക്കെ വലുതാവാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയിൽ TVK-യുടെ റോള് വളരെ പ്രധാനമാണ്. അപ്പോൾ വിജയ് അങ്ങനെ ഒരു റോള് കൊടുത്തിരിക്കുന്നു. എന്തായാലും നമുക്ക് അപ്പോൾ ഇന്ത്യ മുന്നണി തോറ്റുപോകും, അല്ലെങ്കിൽ അവർ പിളർന്നു പോകും, അവർ താഴെ പോകും എന്നൊക്കെ കരുതിയിടത്തു നിന്ന് വലിയ ഉദയമാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഫീനിക്സ് പക്ഷിയെ പോലെ അവർ ഉയർത്തെഴുന്നേൽക്കുന്നുണ്ട്. എന്തായാലും വളരെ മനോഹരമായ രീതിയിൽ ഇന്ത്യ മുന്നണി കയറി വരുന്നു. അപ്പോഴും BJPക്ക് തന്നെയാണ് അപ്പർ ഹാൻഡ്. കുറച്ച് മമതാ ബാനർജിയുടെ പാർട്ടിക്കാരെ, തൃണമൂൽ കോൺഗ്രസ്സുകാരെ BJPക്കാർ കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്ക് വലിയ നേട്ടമുണ്ടാകുന്നുമുണ്ട്.
പക്ഷേ ഇപ്പുറത്ത് ഞാൻ ഈ പറഞ്ഞതുപോലെ വളരെ വലിയ തോതിലാണ് ഈ TVKയെ കൊണ്ടുപോയി കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ കോൺഗ്രസ് വീണ്ടും ഇന്ത്യ മുന്നണി ശക്തിപ്പെടുത്തുകയാണ്. കേരളത്തിൽ വിജയിച്ച് 102 സീറ്റ് കിട്ടി വിജയിച്ചത് വലിയ ആത്മവിശ്വാസമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അത് അവർ സ്മൂത്തായിട്ട് കേരളത്തിൽ കൈകാര്യം ചെയ്തു. വി ഡി സതീശനെ കൊണ്ടുവന്നു. അതിനേക്കാൾ സ്മൂത്തായിട്ടാണ് അവർ കർണാടകത്തിൽ ശിവകുമാറിൻ്റെ സ്ഥാനാരോഹണം നടത്തിയത്. അവിടെ സിദ്ധരാമയ്യയെ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റിയിൽ എടുത്തുകൊണ്ട് സിദ്ധരാമയ്യെ ഡൽഹിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യവും കാണുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ പുനഃസംഘടന വരുന്നു എന്നാണ് കേൾക്കുന്നത്. മല്ലികാർജുന ഖാർഗെയുടെ മകനെയാണ് കർണാടകത്തിൽ ഒരു മന്ത്രിയാക്കിയത്. അങ്ങനെ നല്ല സ്ട്രാറ്റജികളിലേക്ക്, പൊളിറ്റിക്കൽ സ്ട്രാറ്റജി പഠിച്ച് കൃത്യമായി കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയിലേക്ക് ഇന്ത്യ മുന്നണി പോകുന്ന കാഴ്ചയും ദേശീയതലത്തിൽ കാണുന്നു. തമിഴ്നാട് രാഷ്ട്രീയം എടുത്താൽ TVK ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുന്നു. അപ്പോൾ സൗത്ത് ഇന്ത്യ കൃത്യമായി കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്ട്രാറ്റജികൾ വളരെ കൃത്യമായ രീതിയിൽ നടക്കുന്നു എന്നുള്ളത് മനോഹരമാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം വീണ്ടും തിരിയുകയാണ്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ സ്റ്റാലിൻ്റെ അല്ലെങ്കിൽ തമിഴ് കഴകത്തിൻ്റെ, വെട്രി കഴകം മറ്റൊരു പാർട്ടിയാണ്, ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ കാലം കഴിയുന്നു. മമതാ ബാനർജിയുടെ കാലം ബംഗാളിലും കൊഴിഞ്ഞുപോയി. അപ്പോൾ 2 സംസ്ഥാനങ്ങളിൽ പുതിയ യുഗമാണ് വരുന്നത്. അതിൻ്റെ കാഴ്ചകളാണ് രാഷ്ട്രീയം. എന്നും രാഷ്ട്രീയം ഇങ്ങനെയാണ്. ഒരു നിശ്ചിത കാലം ഒരു പാർട്ടിക്ക് കൊടുക്കും. അത് കഴിഞ്ഞാൽ ജനങ്ങൾ വളരെ കൃത്യമായി ജനാധിപത്യപരമായി തന്നെ മാറി ചിന്തിക്കുകയും പുതിയ പാർട്ടികൾ വരികയും ചെയ്യും. അങ്ങനെ ജനാധിപത്യം അങ്ങനെ വീണ്ടും പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നും നവജീവൻ വരുന്ന ഒരു ജനാധിപത്യമാണ് ഇന്ത്യൻ ജനാധിപത്യം. ആർക്കും അട്ടിപ്പേർ കൊടുത്തിട്ടുള്ളതല്ല. ഇന്ത്യയും കേരളവും പഞ്ചായത്തും പാർലമെൻറ്റും ഒന്നും ആരുടെയും അട്ടിപ്പേർ അവകാശം കൊടുത്ത സ്ഥലമല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്.